ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഈ സോളാർ പാനലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കമ്പനികൾ ഇപ്പം ഇവിടെ എമർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട്. അതായത് ചിലർ വെച്ച് പോയിട്ട് ഒരു സർവീസ് കൊടുക്കാൻ പറ്റാതിരിക്കുന്ന കമ്പനീസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സോളാർ പിന്നെ ഇത് ചെയ്യുന്ന ഒരു കമ്പനി നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റും? അല്ല, ഏറ്റവും ബെസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഒരിക്കലും റേറ്റ് വെച്ച് ആദ്യമേ കമ്പനിയെ കമ്പയർ ചെയ്യാതിരിക്കുക. ഫസ്റ്റ് കാര്യം അതാണ്. അതായത് ഇപ്പോൾ ഒരു കമ്പനി ഇപ്പം നോർമലി ജനറലി കണ്ടുവരുന്ന ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ ഒരു 10 കൊട്ടേഷൻ എടുത്തിട്ട് അതിനകത്ത് ഏറ്റവും റേറ്റ് കുറവുള്ള ഒരാൾക്ക് വർക്ക് കൊടുക്കുക എന്നൊരു കോൺസെപ്റ്റ് പൊതുവേ കണ്ടുവരാറുണ്ട്. എല്ലാവരും അല്ല, ഒരു 90% ആൾക്കാരും അല്ലാതെയാണ് നോക്കുന്നത്. പക്ഷേ അതിലൊരു 10% അങ്ങനെ നോക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ പറയുന്നത് ഇന്ന പാനൽ അവർ നമുക്ക് തരുന്നുണ്ട്. പക്ഷെ ഒരു സോളാർ പവർ പ്ലാന്റ് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ പാനലും ഇൻവെർട്ടറിനും ഉപരി ഒരു 70 നമ്പേഴ്സോളം എക്യുപ്മെൻറ്റ്സ് നമ്മൾ അതിനകത്ത് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇതിനെ കമ്പൈൻ ചെയ്താണ് ഇപ്പോൾ ഒരു 2 വീലർ ഉണ്ടാക്കുന്നത് പോലെ അത്രയും എക്യുപ്മെൻറ്റ്സ് കമ്പൈൻ ചെയ്താണ് നമ്മളൊരു സോളാർ പവർ പ്ലാന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ആ കൊടുക്കുന്നത് പ്ലാന്റ് മാത്രമല്ല, ഒരു 5 വർഷത്തെ സർവീസും കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരിക്കലും ഒരു പാനൽ മാത്രം വെച്ചിട്ട് നമുക്കൊരു പ്ലാന്റിനെ കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ആ പ്ലാന്റ് കൊള്ളാമെന്ന് ഒരിക്കലും എന്നെ സംബന്ധിച്ചോ ഈ പറയുന്ന സോളാർ മേഖലയിൽ നിൽക്കുന്ന ആരെ സംബന്ധിച്ചും പറ്റത്തില്ല. കസ്റ്റമറിനെ സംബന്ധിച്ച് കസ്റ്റമർ പെട്ടെന്നൊരു ചിന്താഗതിയിൽ വരുന്നത് റേറ്റ് നോക്കുമ്പോൾ പെട്ടെന്നൊരു തരും. പക്ഷേ ഇതിനകത്തുള്ള കണ്ടീഷൻ സർവീസ് എന്നൊരു കാര്യം ഭയങ്കര ഫാക്ടറാണ്. സർവീസ് നമ്മൾ വച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 2 കണ്ടീഷനേ ഉള്ളൂ. ഒന്ന്, പ്രൊഡക്ഷൻ വേണം, കറണ്ട് ബില്ല് കുറയുക, അതിനാണ് പ്രൊഡക്ഷൻ. രണ്ടാമത്തത് സർവീസ് കിട്ടുക. ഇന്ന് കംപ്ലൈൻറ്റ് വിളിച്ചു കഴിഞ്ഞാൽ നാളെ വന്ന കംപ്ലൈൻറ്റ് പരിഹരിച്ചു കൊടുക്കുക. ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമറിന്, അല്ലെങ്കിൽ ഇത് രണ്ടും ചെയ്തു കൊടുക്കുന്ന കമ്പനി ഏതാണോ ആ കമ്പനിയെ തിരഞ്ഞെടുക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാ കമ്പനിയും അങ്ങനെ ആയിരിക്കുമല്ലോ പറയുന്നത്, നമ്മൾ നല്ല സർവീസ് കൊടുക്കുന്നുണ്ടാവുന്നതല്ലേ. നമുക്ക് റെഫറൻസ് എടുക്കാമല്ലോ. ഇപ്പോൾ ഒരു കമ്പനി ഒരു 10 വർഷം കൊണ്ട്, അല്ലെങ്കിൽ ഒരു 5 വർഷം, മിനിമം ഒരു 5 വർഷം കൊണ്ട് നിലനിൽക്കുന്ന കമ്പനി എന്ന് പറയുമ്പോൾ ആ കമ്പനിക്ക് സർവീസ് കൊടുക്കാതെ ഒരിക്കലും പുതിയ വർക്ക് കിട്ടത്തില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സോളാറിൻ്റെ മേഖലയെ വെച്ചിട്ട് ഒരിക്കലും റെഫറൻസ് ഇല്ല, അല്ലെങ്കിൽ കവച്ച കസ്റ്റമറുടെ ഒരു റെഫറൻസ് ഇല്ലാണ്ട് ഒരിക്കലും ഒരു കമ്പനിക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് കമ്പനീസ് ഉണ്ട്, നമുക്ക് വെള്ളെണ്ണാൻ പറ്റാത്ത അത്രയും കമ്പനീസ് കേരളത്തിനകത്ത് മാത്രമുണ്ട്. രജിസ്റ്റേർഡ് വെൻഡേഴ്സ് ഉണ്ട്, അൺരജിസ്റ്റേർഡ് വെൻഡേഴ്സ് ഉണ്ട്. രജിസ്റ്റേർഡ് വെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ MNREയിൽ ഡയറക്റ്റ് ആയിട്ട് എംപാനൽ ചെയ്തിരിക്കുന്ന വെൻഡേഴ്സ്. ഈ രജിസ്റ്റേർഡ് വെൻഡേഴ്സിന് നമുക്ക് എങ്ങനെ, ഇപ്പോൾ ഒരു ആസ് എ കസ്റ്റമർ എന്ന നിലയ്ക്ക് രജിസ്റ്റേർഡ് വെൻഡേഴ്സ് നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? MNREയുടെ PM സൂര്യകാന്ത് എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ട് അതിനകത്ത് നിയർ ബൈ വെൻഡേഴ്സിനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ വരുന്ന ഇപ്പോൾ ഒരു കൊട്ടേഷൻ തന്നിട്ടായിരിക്കുമല്ലോ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ആ കൊട്ടേഷൻ നിങ്ങളുടെ കമ്പനിയുടെ പേര് അതിനകത്ത് അടിക്കുമ്പോൾ ആ കമ്പനിയുടെ പേര് അതിനകത്ത് ഉണ്ടെങ്കിൽ രജിസ്റ്റേർഡ് വെൻഡറാണ്. അല്ലെങ്കിൽ വരുന്ന കമ്പനിക്കാരോട് ചോദിക്കാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ. ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം, പേപ്പർ വർക്ക് ചെയ്യുന്നത് സബ് ഡീലേഴ്സ് ഒരുപാട് പേരുണ്ട്. അപ്പം അത് വാലിഡ് ആണെന്നുള്ള ഉറപ്പ് വരുത്തുക. ഒരിക്കലും സബ് ഡീലേഴ്സ് തെറ്റെന്നല്ല പറയുന്നത്. സബ് ഡീലേഴ്സ് തരുന്ന കൊട്ടേഷൻ വാലിഡ് ആണെന്നുള്ള ഉറപ്പ് വരുത്തുക. അത് മാത്രമേ ഉള്ളൂ. ഇപ്പം എനിക്ക് കസ്റ്റമർ പറയുന്ന പാനൽ വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ സാധനവും ലോ ക്വാളിറ്റി ചെയ്തിട്ട് ഈ പറയുന്ന പോലെ നമ്മൾ കൊടുക്കുന്ന പകുതി കോസ്റ്റിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മളത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 വർഷം സർവീസ് കൊടുക്കണം. കസ്റ്റമറിന് നമ്മൾ കൊടുക്കുന്ന ഈ പാനൽ 25 വർഷം ഇരിക്കണം, അല്ലെങ്കിൽ 30 വർഷമാണ് ഇപ്പോൾ പാനലിൻ്റെ വാറണ്ടി വരുന്നത്. ഈ 30 വർഷം ആ പാനൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും പാനൽ മാത്രം നന്നായാൽ പോരാ, അതിൻ്റെ കൂടെ വെക്കുന്ന എല്ലാ എക്യുപ്മെൻസും ആ ഒരു ക്വാളിറ്റിയിൽ ഉണ്ടായാൽ മാത്രമേ ഈ പറയുന്നൊരു, മാത്രമല്ല ഇതിന് ഈ പറയുന്ന 5 വർഷം മാത്രമല്ല എൻ്റെ സർവീസ്. ഒരു ഇൻവെർട്ടറിന് ഓൾമോസ്റ്റ് 10 വർഷമുണ്ട്, പാനലിന് ഓൾമോസ്റ്റ് 30 വർഷം വാറണ്ടിയുണ്ട്. ഈ ടൈം മൊത്തവും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പകുതി ടൈമെങ്കിലും നമുക്ക് ആ സർവീസ് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റണം. എങ്കിൽ മാത്രമേ ഈ പ്ലാനിൽ വെച്ചിട്ട് കാര്യമുള്ളൂ. നമ്മൾ 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്നിരുന്നാലും നമ്മൾ സർവീസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ആ 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് വേസ്റ്റ് ആവും, ഉറപ്പായിട്ടും.